ഏതോ ഒരു സ്വാമിയാന്ന് തോന്നുന്നല്ലോ. ആ സ്വാമിനെ ഒന്ന് കണ്ടിട്ട് വരാം, എന്താ പുള്ളി പറയുന്നത്. എന്താ വത്സ ആശ്ചര്യത്തോടെ നോക്കുന്നത്? വത്സന്റെ മൂഞ്ചിയിൽ തെളിയുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം നോം നൽകും. ഉവ്വ. പ്രപഞ്ചത്തിൽ പ്രകാശം പോലെ, മലകൾ പോലെ, പൂക്കൾ പോലെ, ഇലകൾ പോലെ, മരങ്ങൾ പോലെ. കണ്ടിട്ടൊരു ഭ്രാന്തനെ പോലെ. നോമിനെ പരിഹസിക്കരുത്. അഗ്നിയിൽ കാല് വച്ച പോലെയാകൂ അത്. അയ്യോ ക്ഷമിക്കണം സ്വാമി, ആളറിയാതെ പറഞ്ഞതാ, മാപ്പാക്കണം. കുഴപ്പമില്ല, ഒരബദ്ധമായിരിക്കും പറ്റൂലോ. അല്ല സ്വാമി ഇവിടെ എങ്ങനെ വന്നു? ഒരിക്കൽ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു, അല്ല ഉൾവിളി വന്നു. പക്കത്ത് ഗ്രാമം ആപത്തിലാണെന്ന്. പിന്നീടൊന്നും ചിന്തിക്കാൻ നിന്നില്ല, അപ്പോ തന്നെ വണ്ടിയെടുത്ത് പോന്നു നോമിങ്ങോട്. സ്വാമി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വണ്ടി എടുത്തോണ്ട് വന്നു എന്താ ഈ പറയുന്നത്? വണ്ടിയല്ല വത്സ, നോം ഒരു ആകാശ ഗംഗയിൽ കയറി വന്ന കാര്യമാണ് പറഞ്ഞത്. വിശദമായിട്ട് പറയണ്ടേ സ്വാമി? പറയാം. കൊടൂരമായ ദുരന്തം ഇന്ന് രാത്രി മുതൽ ഈ ഗ്രാമത്തിൽ സംഭവിച്ചു തുടങ്ങും. അയ്യോ സ്വാമി എന്താ ഈ പറയുന്നത്? ഏതോ ഇല്ലത്ത് തളച്ചിട്ടിരുന്ന രക്തദാഹിയായ രക്ഷസ് ഈ ഗ്രാമത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നു. പല രൂപത്തിലും ഭാവത്തിലും അവൾ വരും. വിലപിടിപ്പുള്ള മനുഷ്യമാംസമാണ് അവൾ തേടുന്നത്. സ്വാമി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്ന ഈ നാട്ടുകാരൊക്കെ രക്ഷത്തിന്റെ വായി പോയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാംസമാണ് അവൾക്ക് വേണ്ടത്. സ്വാമി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 കിലോ പന്നിയിറച്ചി അങ്ങ് മേടിച്ചു കൊടുത്താലോ? വത്സ, പന്നിയിറച്ചി ഒന്നും രക്ഷസ് തിന്നൂല. കോഴിയിറച്ചിയാണ് പിന്നെ ഞാൻ തിന്നും, വല്ല രക്ഷസ് തിന്നും. എന്ത് കോപ്പയിലും കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണം സ്വാമി. കണ്ടില്ലേ, സൂര്യനൊക്കെ ഒരുമാതിരി മഞ്ഞച്ച് ജ്വലിച്ചു നിൽക്കുന്നു. എല്ലാം അവളുടെ പ്രത്യക്ഷത്തിന്റെ ഫലമാണ്. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു തരാം. സ്വാമി പറയുന്നത് എന്തും അനുസരിക്കാം. നല്ലത്. എങ്കിൽ കേട്ടോ. ഓരോ വീടിന്റെയും പരിസരങ്ങളിൽ ഇന്ന് സന്ധ്യയ്ക്ക് 6 മണി കഴിയുമ്പോൾ അവൾ ഇറങ്ങും. പട്ടികൾ കുരയ്ക്കും, മൂങ്ങകൾ മോങ്ങും, കുറുനരികൾ ഓരിയിടും. പക്ഷെ ഇതൊന്നും കേട്ട് ഞെട്ടാൻ നിൽക്കരുത്. പിന്നെ ഒരു പ്രധാന കാര്യം, അടുക്കള ഭാഗത്തു നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കും. കിണ്ടി, ഓട്ടുരുളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാക്കിനുള്ളിലേക്ക് വീഴുന്നത് പോലത്തെ നിഗൂഢമായ ശബ്ദങ്ങൾ. പക്ഷെ അതൊന്നും കേട്ട് കണ്ണു തുറക്കുകയോ പോയി നോക്കാനോ പാടില്ല. എന്റെ സ്വാമി ഒരു കാരണവശാലും അങ്ങോട്ട് നോക്കുക പോലും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആട്, കോഴി പോലുള്ള മൃഗങ്ങളൊക്കെ നിർത്താതെ കരഞ്ഞെന്ന് വരും. പക്ഷെ അതൊന്നും കേട്ട് ജനൽ തുറന്നു നോക്കാൻ പോലും നിന്നേക്കരുത്. അങ്ങനെയെങ്ങാൻ ചെയ്താ ആ നിമിഷം തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും, പറഞ്ഞേക്കാം. അല്ല ഈ ആടും കോഴിയൊക്കെ കരയുന്നത് എന്തിനായിരിക്കും? അല്ല സ്വാമി, ഈ രക്ഷത്തിന് ഈ ആടും കോഴി തിന്നാൻ പറ്റുന്ന മൃഗങ്ങളെയൊക്കെ അല്ലേ രക്ഷത്തിന് പിടിക്കാൻ പറ്റുള്ളൂ. വത്സൻ എന്നെ ചോദ്യം ചോദിക്കുന്നത്. അയ്യോ ക്ഷമിക്കണം സ്വാമി, അറിയാതെ പറഞ്ഞ മാപ്പാക്കണം. ഇരുട്ട് വീഴാറായിരിക്കണു. ഉടൻ തന്നെ വീട്ടിൽ ചെന്ന് നാട്ടിലുള്ള എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷം അടങ്ങി ഒതുങ്ങി വീട്ടിൽ കയറി ഇരുന്നോളുക. ആയിക്കോട്ടെ സ്വാമി, ഞാൻ ഇപ്പൊ തന്നെ എല്ലാ വീട്ടിലും ചെന്ന് പറയാം. എങ്കിൽ പൊയ്ക്കോളുക. ജീവനുണ്ടെ നാളെ കാണാം. ആയിക്കോട്ടെ. പിന്നെ കിടക്കുമ്പോൾ വാതിൽ തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് പാടാ. അല്ല, യക്ഷിക്ക് പാടാ. ഈ മുട്ടനാടിന്റെ ഇറച്ചി ചുട്ട് തിന്നുന്ന വേറെ ലെവല് കേട്ടോ. വത്സം മണ്ണുണ്ടല്ലോ. വത്സനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. സ്വാമി പ്രമാണം. പ്രമാണോ? അല്ല പ്രണാമ സ്വാമി. സ്വാമി സ്വാമി പറഞ്ഞ പോലെ തന്നെ എന്റെ വീട്ടിലെ ആടിനെയും കോഴിനെയും ഒന്നും കാണുന്നില്ല. പക്ഷെ ഉരുളിയും കിണ്ടിയും കൊണ്ടുപോയത് അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. രക്ഷസിന് ഇന്ന സാധനങ്ങളൊന്നും ഇല്ല വത്സ, കയ്യിൽ കിട്ടുന്ന ഒക്കെ കൊണ്ടുപോകും അവള്. സ്വാമി ഉരുളി കൊണ്ടുപോയത് പായസം വെക്കാനോ വല്ലോ ആണോ? എന്നാന്ന് ചോദിച്ചേ? ഇതേ കൂട്ടി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കോപിഷ്ടനാവും കേട്ടോ. സ്വാമിയുടെ എല്ലാത്തിനും പരിഹാരമായി ഇന്നു രാത്രിയിൽ ഞാനൊരു ഹോമം നടത്തുകയാണ്. പക്ഷെ എനിക്കതിന് വത്സന്റെ സഹായം വേണം. കുറച്ച് സാധനങ്ങൾ ഞാൻ പറയും, അതെല്ലാം എനിക്ക് എത്തിച്ചു തരണം. സ്വാമി എൻ്റെ അണ്ടർവെയർ ഒഴിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സ്വാമിക്ക് കൊണ്ട് സ്വാമിയുടെ കാൽക്കൽ സമർപ്പിക്കാം. ഈ ഗ്രാമത്തിൽ
എത്ര വീടുകളുണ്ടോ ആ ഓരോ വീടുകളിൽ നിന്നും ഓരോ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ, പിന്നെ മത്സ്യമാംസാദിയിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു തരം ഭക്ഷണം, പിന്നെ ഒരു കുപ്പി കള്ള്, അതും പനയുടെ കള്ള്, പിന്നെ ഒരു ബീഡി, ഒരു തീപ്പെട്ടി. ഇത്രയും സാധനങ്ങൾ ധാരാളമാകും. അല്ല സ്വാമി, ഈ വീഡിയോ തീർച്ചയൊക്കെ എന്തിനാന്ന് മനസ്സിലാകുന്നില്ലല്ലോ. വത്സ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ആ പിന്നെ ഒരു റാന്തലിന്റെ വിളക്ക് ഇതിലെ കാട്ടിക്കൂടെ വഴിതിക്കുക. പിന്നൊരു കാര്യം, പൂജ നടക്കുന്നത് കാടിന് നടുക്കാണ്. ഞാൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മറ്റൊരു മനുഷ്യന്റെ സാന്നിധ്യം പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതാരായാലും അയാളുടെ തല പൊട്ടിത്തെറിച്ച് ആ നിമിഷം അന്ത്യം സംഭവിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. സാധനങ്ങളെല്ലാം കൊണ്ട തന്നതിന് ശേഷം വത്സൻ വിട്ടു പൊക്കോണം ഇവിടുന്ന്. മനസ്സിലായല്ലോ? എന്റെ പൊന്നു സ്വാമി, എല്ലാം മനസ്സിലായി. എങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളുമായിട്ട് വാ. ഇപ്പൊ പൊയ്ക്കോളുക. പ്രാർത്ഥിച്ചോണ്ട് പൊക്കോളുക. രക്കം പൊക്കോളുക. പൊയ്യാവോ. ആരെയിട്ട് ഓടിക്കണേ? ഇതാ വത്സനാണല്ലോ. ഈ വത്സൻ എന്തിനീ ആൾക്കാരിട്ട് ഓടിക്കണേ? ചേടാ, ഇവനോട് പോയിട്ട് സാധനങ്ങളുമായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവൻ എന്തിനീ കിടന്ന് ഓടിക്കളിക്കുന്നു? ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കണേ, ആരും കാണുന്നില്ലല്ലോ. ബൽസ, എന്തിനാ ബൽസ ഒരു പാവത്തിനെ അവിടെ എല്ലാരും കൂടി ഓടിക്കണേ? പാവം സ്വാമി, അവൻ ഒന്നാം തരം കള്ളനാ. അവനത് പിടിച്ചിട്ടേ ഉള്ളൂ. കള്ളനോ? അപ്പൊ അവൻ കള്ളനായിരുന്നു? ദൈവമേ, അപ്പൊ കള്ളന്റെ കയ്യിലായിരുന്നു ഞാൻ താക്കോല് കൊടുത്തോണ്ടിരുന്നേ. അവന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവമേ, ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ ഇവിടെ.